ഹായ്, ഇന്നത്തെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ്. 1/2 kg ബട്ടർ സ്കോച്ച് കേക്കാണിത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ സലീനത്താക്കും ഷിജുക്കാക്കും വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന കേക്കാണ്. അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഞാൻ. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ക്രീമും ഒന്ന് വെറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീമും വെച്ച് കാരമൽ സോസ്, ബട്ടർ സ്കോച്ച് കേക്കാണ്, അപ്പോൾ പിന്നെ കാരമൽ സോസും പ്രലൈനും കൂടി ചേർത്ത് ലെയറിലിട്ട് മിൽക്ക് കോമ്പൗണ്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് അതിലോട്ട് ഇട്ടെടുക്കാം. അടുത്ത ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം വെച്ച് ഈ ക്രീമിൽ നമ്മൾ 2-3 ഡ്രോപ്സ് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കളറ് വരുന്നത്. വീണ്ടും അതുപോലെ നമ്മൾ കാരമൽ സോസും പ്രലൈനും കൂടി പ്രലൈനും പിന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം. സിമ്പിൾ വർക്കാണ് കേട്ടോ. അടുത്ത 3ാമത്തെ ലെയറും വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീമും തേച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഒരു ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ആവാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കാം. അത് വൈറ്റ് ക്രീം എടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. സൈഡെല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് പാലറ്റ് നൈഫ് ഡിസൈനും കൊടുത്ത് ഫോക്സ് ബോൾസും ഫോണ്ടൻറ്റിൻ്റെ ഹാർട്ടും വെച്ചാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഫോക്സ് ബോൾസ് വയ്ക്കാം. എഡിബിൾ അല്ല കേട്ടോ, ഇത് ഫോക്സ് ബോൾസ് ആണ്. പിന്നെ അവർ പേരെഴുതിയതും ഫോണ്ടന്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് ഹാർട്ട് കട്ട് ചെയ്ത് ഞാൻ ഫോണ്ടന്റ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് സൈഡിലും മുകൾ ഭാഗത്തൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ഷുഗർ ബോൾസ് മുകൾ ഭാഗത്തൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ കേക്ക്. ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.